മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാം? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഒരു ടേബിൾസ്, ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ടേബിൾസിനെ കുറിച്ചായിരുന്നു, MS വേർഡിലെ ടേബിൾസ്. അപ്പം MS എക്സലിലും നമുക്ക് ഇതേപോലത്തെ ടേബിൾസ് പോലെയാണ് കാണുക. വെച്ചാൽ കുറെ റോസ് ഉണ്ടാവും, കുറെ കോളംസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ നമ്മൾ ആ റോസിലും കോളംസിലും എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലെ ഇൻഫർമേഷനെ നമ്മൾ ആ റോസിലും കോളംസിലും എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റോറി അല്ല, നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ മാർക്ക്, ടോട്ടൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് MS വേർഡിലെ ടേബിളിൽ ചെയ്യാം. പക്ഷെ അതിലും നല്ലത് MS എക്സലിൽ ചെയ്യുന്നതാണ്. കാരണം ആ കുട്ടികളുടെ പേര്, സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക്, പിന്നെ ടോട്ടൽ. ഈ MS എക്സലിന്റെ ടേബിളിനേക്കാളും ഉള്ള ഗുണം എന്താ വെച്ചാൽ, എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഇല്ലേ, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. MS വേർഡിലാണെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ എഴുതണം. MS എക്സൽ ആണെങ്കിലോ ഇക്വേഷൻ അല്ലെ ഫോമുല അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ ടോട്ടലൊക്കെ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും സം കാണാം, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇല്ലേ, അത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ ടേബിളിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസും ചെയ്യാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് MS എക്സൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതിൽ MS എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള സ്റ്റെപ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എടുക്കാന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു രീതിയിലല്ല ഇവിടുത്തെ അറേഞ്ച്മെന്റ് ഉള്ളത്. നമ്മൾ ആ ഒരു സിസ്റ്റം, ആ ഒരു എന്താ പറയുക, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. നോർമലി ഇവിടെ നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. എവിടെ? ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും താഴെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും. ആ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസ് നിന്ന് ഓൾ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കുറേ പാക്കേജസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, കുറേ ഏതാ MS വേർഡ് ഉണ്ട്, MS പവർ പോയിന്റ് ഉണ്ട്, MS എക്സൽ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് MS എക്സൽ ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ മറ്റേ എന്താ പറയുക, പവർ പോയിന്റും വേർഡും എടുത്തതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അതിൽ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് കണ്ടോ? ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ആരും റെസ്പോണ്ട് ചെയ്യുന്ന കാണുന്നില്ലല്ലോ. ഓക്കെ, കാണുന്നുണ്ട് മിസ്സേ. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് ഒരു എക്സലിന്റെ വർക്ക്ഷീറ്റ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കതിന് നമ്മൾ എന്താണോ പേര് കൊടുക്കുന്നത്, സ്റ്റുഡൻസ് മാർക്ക്, എന്താണോ നമുക്ക് അതിന് പേര്, നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫയൽ നെയിം അതിന് കൊടുത്തു. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. This is how it appears. See, ഇങ്ങനെയാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു വർക്ക്ഷീറ്റ്. ആ വർക്ക്ഷീറ്റിൽ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ താഴേക്ക് നമ്പേഴ്സ് ഉണ്ടോ? Those are called rows.
The first row, second row, third row, fourth row, fifth row, sixth row, seventh row, ഇങ്ങനെ താഴേക്ക് പോകുന്ന നമ്പേഴ്സ് കണ്ടോ? ആ നമ്പേഴ്സ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റോസിനെയാണ്. ടേബിൾസിലെ റോസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ ടേബിളിലെ റോ എന്ന് പറയുന്നത് ഇങ്ങനെ വെർട്ടിക്കലി പോകുന്ന ഹൊറിസോണ്ടലി പോകുന്ന സീരീസ് ഓഫ് സെൽസ് അല്ലേ? യെസ്. അപ്പോൾ 1 2 3 4 നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ വർക്ക്ഷീറ്റിന്റെ റോസിനെയാണ്. ROW റോസിനെയാണ്. അപ്പൊ ABCDEFGH ഏറ്റവും ടോപ്പിൽ കാണുന്നുണ്ടോ? ABCDEFGH കണ്ടോ? Z കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വന്നു? AA AB AC AD അങ്ങനെ പോകും. AZ കഴിഞ്ഞാൽ BA BB അങ്ങനെ കുറേ കോളംസ് ഉണ്ട്. കണ്ടോ? നമുക്ക് ടേബിളിന് ഒരു കറക്റ്റ് നമ്പർ ഓഫ് റോസും കറക്റ്റ് നമ്പർ ഓഫ് കോളംസും ഉണ്ടായിരുന്നു അല്ലേ? ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് നീണ്ടു പോയിക്കൊണ്ടേ ഇരിക്കാം. കാണുന്നില്ലേ നിങ്ങള്? കണ്ടില്ലേ? റൈറ്റിലേക്ക് നോക്കിയാൽ കുറേ കോളംസ് ഉണ്ട്, തീരില്ല. താഴോട്ട് നോക്കുമ്പോഴും നോക്ക് 700 അങ്ങനെ കഴിഞ്ഞു. നമ്പർ ഓഫ് റോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമുക്ക് എക്സൽ വർക്ക്ഷീറ്റ് ഇങ്ങനെ ഒരു ടേബിളിന്റെ അതേ രീതിയിൽ തന്നെയല്ലേ ഉള്ളത്. റോസും കോളംസും മാറിപ്പോകരുത്. റോസ് ഏതാണ്? റോസ് ഏതെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മള് റോസ് ആർ ഐഡന്റിഫൈഡ് ബൈ numbers or letters, numbers or alphabets. Can you hear me? I think numbers. Yeah, Numbers is okay. Rows are identified by numbers. And what about columns? Columns are identified by good morning miss. Columns are identified by നോക്കിയിട്ട് പറ എന്താ കോളംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ എന്താ തന്നിരിക്കുന്നേ? Somebody unmute and say alphabets. Yeah, we have alphabets to identify the columns and numbers to identify the rows, right? Okay, ടേബിളില് ഈ റോസ് ആൻഡ് കോളംസിന്റെ ഇന്റർസെക്ഷനെ നമ്മൾ എന്താ പറയുന്നത്? ഒരു റെക്ടാങ്കുലർ ബോക്സ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിനെന്താ പറഞ്ഞിരുന്നത് നമ്മള്? റെക്ടാങ്കുലർ ബോക്സ് ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ്. ടെൽ മീ. ടേബിളില് നമ്മൾ എന്താ മോനെ? Cell, right. Very good. The rectangular box formed by the intersection of rows and columns are called cells. അപ്പോ എക്സെല്ലും അതേ എന്താ റെക്ടാങ്കുലർ ബോക്സിനെ സെല്ല് തന്നെ പറയാം. വേറെ പേരൊന്നുമില്ല. ടേബിളിലും സെല്ല് തന്നെ, എക്സെല്ലും സെല്ല് തന്നെ. സി, ഞാൻ ഏതെങ്കിലും ഒരു സെല്ലില് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ബോർഡർ ഒരു ഗ്രീൻ കളറിൽ തിക്കായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബോർഡർ കുറച്ച് ഗ്രീൻ കളറിൽ തിക്കായിട്ട് കാണുന്നുണ്ട്. Can you see that? എടാ നിങ്ങൾ ഉറങ്ങുവാണോ? എങ്കിൽ പിന്നെ പറഞ്ഞൂടെ? ഓക്കെ ഓക്കെ, ആ സെൽസിനാണ് നമ്മൾ ആക്റ്റീവ് സെൽസ് എന്ന് പറയാം. They are called active cells. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ആ സെല്ലിലായിരിക്കും അപ്പിയർ ആവുക. ആക്റ്റീവ് സെല്ലിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ എല്ലാം വരാം. See, can you see that? ഓക്കെ അല്ലേ? പിന്നെ ഞാൻ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യാണ്. ദിസ് ഈസ് ദ ആക്റ്റീവ് സെൽ.
ഈ സെല്ലിന് ഒരു അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ആ സെല്ലിന് ഒരു പേരുണ്ട്. പേരെന്ന് പറഞ്ഞാൽ ആ സെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ്സ്. നമുക്ക് വീട്ടുപേരൊക്കെ ഉള്ളതല്ലേ, വീടിന്റെ അഡ്രസ് ഇല്ലേ, നമ്മൾ എവിടെയാ ഉള്ളത് എന്നുള്ളത് നമ്മുടെ അഡ്രസ്സ് നോക്കി നമുക്ക് ലെറ്റർ വരണമെങ്കിൽ നമ്മളുള്ള സ്ഥലത്തേക്കല്ലേ എത്തുക. അപ്പൊ നമ്മുടെ വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടില്ലേ നമുക്ക് ആ ലെറ്റർ നമ്മുടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തുക. അതേപോലെ ഓരോ സെല്ലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു സെൽ അഡ്രസ് ഉണ്ട്. ആ സെൽ അഡ്രസ് എങ്ങനെയാ വരുന്നത് വെച്ചാല് അതിന്റെ ഫസ്റ്റ് കോളം, ഏത് കോളത്തിലാണോ ആ സെല്ല് വരുന്നത്, ഏത് റോയിലാണോ ആ സെല്ല് വരുന്നത് എന്നുള്ള ബേസിലാണ് നമ്മൾ ആ സെല്ലിന് അഡ്രസ് കൊടുക്കുന്നത്. ആദ്യം സെൽ അഡ്രസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കോളം ആൻഡ് റോ. സെൽ അഡ്രസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കോളം ആൻഡ് റോ. ഈ ഫസ്റ്റ് സെല്ല് കേട്ടോ, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോ ആക്റ്റീവ് സെല്ലാണ്. അത് ഏത് കോളത്തിലാണ് വരുന്നത്? ഫസ്റ്റ് സെല്ല് എ. ഏത് റോയിലാ വരുന്നത്? 1. അപ്പൊ ആ സെല്ലിന്റെ അഡ്രസ് ഏതാണെന്നറിയോ? A1. The cell address of this active cell is A1. ഞാൻ നെക്സ്റ്റ് ഒരു സെല്ലില് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പൊ ആ സെല്ല് ഏത് കോളത്തിലാ ഉള്ളേ? ബി. ഏത് റോയിലാണുള്ളത്? അപ്പൊ അത് ആ സെല്ലിന്റെ അഡ്രസ് ഏതാ? B3. Here I'm going to click on this cell. അതിന്റെ സെൽ അഡ്രസ് ഒന്ന് പറഞ്ഞേ. K16. Very good. What about this cell? O22. O22. This cell? K69. K69. JM299. ഇതിപ്പോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളിപ്പോ നോക്കി കോളം ആൻഡ് റോ ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞാണോ, എവിടെയെങ്കിലും നോക്കി പറഞ്ഞതാണോ? ഓക്കെ. ഇവിടെ നെയിം ബോക്സിലും നമ്മുടെ സെൽ അഡ്രസ്, നമ്മൾ ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ആക്റ്റീവ് സെല്ലിന്റെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൽ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, ആ ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ് ഇവിടുത്തെ നെയിം ബോക്സിലും അപ്പിയർ ആവും. ഹിയർ അവിടെയുണ്ട്. അപ്പൊ അതും നോക്കിയിട്ടും പറയാം നമുക്ക്. പെട്ടെന്ന് നോക്കി കൺഫ്യൂഷൻ ആയില്ലേലും അതൊന്ന് ജസ്റ്റ് നോക്കിയാലും മതി. അപ്പൊ റോസ് പഠിച്ചു, കോളംസ് പഠിച്ചു, ടേബിൾ ഇതെല്ലാം പഠിച്ചതുകൊണ്ട് വലിയൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഗുഡ്. ഓക്കെ. പേജ് നമ്പർ 67 എടുത്തേ. ടേക്ക് പേജ് നമ്പർ 67. വർക്ക്ഷീറ്റ് ടാബ് ഇതിനകത്ത് കാണുന്നില്ലല്ലോ മിസ്സേ. വർക്ക്ഷീറ്റ് ടാബോ? ഓ, വർക്ക്ഷീറ്റ് ടാബ്സ് അല്ലേ. ഇവിടെ ഷീറ്റ് 1 എഴുതിയില്ലേ? ഓക്കെ. നമ്മള് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങള് ഈ ഷീറ്റിലായിരിക്കും അപ്പിയർ ചെയ്യുക. അപ്പം ഈ ഷീറ്റിൽ ഞാനിപ്പോ ക്ലാസ് 5ന്റെ ഡീറ്റെയിൽസ് ആ കൊടുക്കുന്നത്. വിചാരിച്ചു ക്ലാസ് 5ലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആ കൊടുക്കുന്നത്. എനിക്ക് ആ ഷീറ്റ് 1 എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് അതിന് ക്ലാസ് 5 എന്നൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ ഒരു പ്ലസ് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് 2 എന്ന് പറഞ്ഞു വരും. അതിൽ ഞാൻ ക്ലാസ് ഷീറ്റ് നമ്പർ ആഡ് ചെയ്യാനുള്ളതാ? ഓരോ ഷീറ്റ്സ് ആഡ് ചെയ്ത് പോകാനുള്ളതാണ് പ്ലസ്.
വർക്ക്ഷീറ്റ് ടാബില് ഇതിപ്പോ നമുക്ക് ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു ഷീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മളിപ്പോ ഒരു പേജിലെ കാര്യങ്ങൾ തീർന്നാൽ അടുത്ത പേജ് അല്ല അടുത്ത ബുക്കൊക്കെ എടുക്കുന്നില്ലേ? അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു ബുക്ക്, ഒരു സബ്ജക്ട് മറ്റു സബ്ജക്റ്റിന് വേറെ ബുക്ക് അങ്ങനെ എടുക്കില്ല. അപ്പോൾ ഒരു ഷീറ്റിൽ കോറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെക്സ്റ്റ് ഷീറ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പക്ഷെ വേറെ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ളത് അടുത്ത ഷീറ്റിൽ, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോറി അല്ലെങ്കിൽ എക്സാമിന് ഓരോരോ വിഷയത്തിന്റെ ഓരോരോ മാർക്കുകൾ അങ്ങനെ വേറെ 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 ആക്കിയുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് റിക്വയർമെന്റ്സ്, നമുക്ക് എന്തെങ്കിലും വേറെ വേറെ ആവശ്യങ്ങളല്ലേ വരാം, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റ് പേജ് നമ്പർ 67 നോക്കാം. ഫസ്റ്റ് ഫിഗർ ഒരു 6.2 ഉണ്ട് അവിടെ. ഓക്കെ, ഈ സ്റ്റുഡൻസ് മാർക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എഴുതിയിട്ട് വന്നിരിക്കുന്നില്ലേ, അതിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയാം. നമ്മുടെ ഈ വർക്ക് ബുക്കിന്റെ അല്ല വർക്ക്ഷീറ്റിന്റെ ടൈറ്റിലാണ് ഇവിടെ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ എക്സലിന്റെ നമ്മുടെ ആ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ ബാർ ആണ്. പിന്നെ ഉള്ളത് ഏതാണ്? തൊട്ട് താഴെ വരുന്ന ടാബ്സ് ആണ്. ഫയൽ ടാബ് ഉണ്ട്, ഹോം ടാബ് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്, ഡേറ്റ ഉണ്ട്, റിവ്യൂ ഉണ്ട്, വ്യൂ ഉണ്ട്. ഇതെല്ലാം നമ്മൾ MS വേർഡിലും കണ്ടിരുന്നു അല്ലേ? ഓക്കെ, അപ്പം കുറെയൊക്കെ ഫങ്ഷൻസ് ഇവരുടെ സെയിം ആണ്, എന്നാലും ചിലതൊക്കെ വ്യത്യാസമുണ്ട്. അതിന് തൊട്ട് താഴെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്താ പറയാ, വേർഡിലും കണ്ടിരുന്നു അല്ലേ? ഫോണ്ടിന്റെ സ്റ്റൈൽ മാറ്റാനുള്ളതും പാരഗ്രാഫ് അലൈൻമെന്റും സ്റ്റൈൽസ്, ടേബിളിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഇൻസേർട്ടും ഡിലീറ്റും കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ A1 എന്ന് എഴുതിയിട്ടുള്ളതാണ് നെയിം ബോക്സ് വിത്ത് ദ സെൽ റെഫറൻസ് അല്ലേ? സെല്ലിന്റെ അഡ്രസ്സിന്റെ ആണ് നമ്മൾ സെൽ റെഫറൻസ് എന്ന് പറയാം. സെൽ അഡ്രസ്സിനെ നമ്മൾ സെൽ റെഫറൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആക്റ്റീവ് സെല്ലിന്റെ അഡ്രസ് അല്ലെങ്കിൽ റെഫറൻസ് ആയിരിക്കും ഈ നെയിം ബോക്സിൽ എപ്പോഴും കാണാൻ പറ്റുക. haven't sit properly, do not sleep. Okay. 1 2 3 4 it goes down. These are called the row numbers. These are numbers which indicate the rows. Then A B C D, these indicates the columns. Okay, here I put a cursor over there. It is called the formula bar. Formula bar എന്താന്ന് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. Then sheet 1, sheet 2 എന്നുള്ളത്, these are called the worksheet tabs. We can add many sheets to there. ഷീറ്റ് 1 കിട്ടണമെങ്കിൽ ഷീറ്റ് 1 ടാബ്, ഷീറ്റ് 1 എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷീറ്റ് 3യിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഷീറ്റ് 3യുടെ ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ കറസ്പോണ്ടിംഗ്ലി അതിലേക്ക് നമ്മളെ ആ ഷീറ്റിലേക്ക് നമുക്ക് പോവാൻ പറ്റും. കണ്ടോ? ഈ റെഡി എന്ന് കാണുന്നത് സെൽ മോഡാണ്. എന്ന് വെച്ചാൽ ആ സെല്ലിലേക്ക് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യാൻ ആ സെല്ല് റെഡി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഇറ്റ് ഈസ് എ സെൽ മോഡ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്, പിന്നെ നമുക്കൊരു പുതിയതും കൂടി എടുക്കണമെന്ന് വിചാരിച്ചോ. ഇത് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട പ്രോജക്റ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു പുതിയൊരു വർക്ക്ഷീറ്റ് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫയലില്
ന്യൂഞ്ഞക്ക് യെസ്, click ന്യൂ ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്ലാങ്ക് വർക്ക് ബുക്ക് ഉണ്ടോ ഫസ്റ്റ് തന്നെ കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യാം. വന്നു. ഫയലില് ന്യൂ ബ്ലാങ്ക് വർക്ക്ഷീറ്റ്. സിമ്പിൾ ആണ്, 2-3 ക്ലിക്കിന്റെ കാര്യമുള്ളൂ. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ വർക്ക്ഷീറ്റ് വന്നു. ആ വർക്ക്ഷീറ്റിന്റെ പേരെന്താ? സോറി, ആ വർക്ക് ബുക്കിന്റെ പേരെന്താ? കണ്ടോ, ആ ടൈറ്റിൽ ബാറിൽ ആ വർക്ക് ബുക്കിന്റെ പേരായിരിക്കും കാണാം. ബുക്ക് 1 എന്നാ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനെ റീനെയിം ചെയ്യാൻ വേണ്ടി ഫയലിൽ പോവാം, സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. സേവ് കൊടുക്കുമ്പോൾ സേവ് ആസ് കൊടുക്കാം. ബുക്ക് 1 എന്നുള്ള പേര് മാറ്റി. ഇത് ആക്ച്വലി ഏത് ലൊക്കേഷനിൽ നമ്മൾ സേവ് അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കുമ്പോൾ ഏത് ലൊക്കേഷനിൽ സേവ് ചെയ്യണമെന്നാണ്. കമ്പ്യൂട്ടറിൽ കൊടുക്കണോ, ഡ്രൈവിൽ കൊടുക്കണോ? കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഡോക്യുമെന്റ്സ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന കമ്പ്യൂട്ടറിലെ വിൻഡോ ഇല്ലേ, അതിനെ ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. നമ്മൾ പെട്ടെന്ന് എവിടെയും പോകേണ്ട, അവിടെ തന്നെ അന്വേഷിച്ചാൽ മതി. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഈ MS ഓഫീസിലെ പാക്കേജസ് എല്ലാം സേവ് ആവുന്നത് ഡോക്യുമെന്റ്സിലായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസിൽ നമുക്കിത് പോയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ, അവിടെ വേണമെങ്കിൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ആക്കിയിട്ടൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഈ ബുക്ക് 1 എന്നുള്ള പേര് മാറ്റി ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ബുക്ക് 1 പകരം വന്നില്ലേ ക്ലാസ് 6? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ, എനിക്ക് കേൾക്കുന്നില്ല. MS എക്സലിനെ കുറിച്ചാണ് പഠിച്ചത്. ഹെവൻ, നീ പറഞ്ഞ, നീ കോട്ട് എഴുതുന്നുണ്ട് നീ അവിടെ ഇരുന്നിട്ട്. ഞാൻ MS Excelനെ കുറിച്ച് പഠിച്ചു. ആ, എന്തൊക്കെയാ നീ? ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അല്ല, അതില് ഞാൻ ഫസ്റ്റ് പേജിൽ ഏകദേശം പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായത് നീ പറ. അത് ഞാൻ എങ്ങനെ പറയാ, ഒരു MS Excelൽ പോവാ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്കൊരു ഫയൽ കൊടുത്ത് സംഭവം കിട്ടും. അതില് ഒരു കോളത്തെ, അതായത് ഒരു റോയിനെ പറയുന്നതാണ് 1 2 3 4. ഒരു റോയ് അല്ല, റോയിനെ പറയുന്നതാണ് 1 2 3 4. കോളത്തെ പറയുന്നതാണ് ABCD. അതില് നമ്മൾ ഏതെങ്കിലും ഒരു കോളത്തിലോ ക്ലിക്ക് ചെയ്യുമ്പോ മുകളില് റോയില് ക്ലിക്ക് ചെയ്യുമ്പോ അത് അല്ല സോറി, സെല്ലില് ക്ലിക്ക് ചെയ്യുമ്പോ സെൽ എന്താണ് ആക്ച്വലി? സെൽ എന്താ? കോളത്തിന്റെ കോളത്തിന്റെ റോയിന്റെ മിക്സാ? മിക്സാ? മിക്സ് എന്നാണോ എന്റെ വേർഡ്? സെല്ലിനാ പറയുന്നത്. സെൽ എന്താ ആക്ച്വലി? ടേബിൾസ് തൊട്ടേ പഠിച്ചതാ ഞാൻ. ഇന്നും പറഞ്ഞു 2-3 തവണ. എല്ലാവർക്കും അറിയാവുന്നതാണോ? ജീവയ്ക്ക് അറിയോ? പറഞ്ഞേ, വാട്ട് ഈസ് എ സെൽ? The insert of row and column is called. ഇൻസേർട്ടോ? എടാ, നോക്കി വായിക്കുമ്പോഴും കറക്റ്റ് ആയിട്ട് വായിക്കടാ.
ഒരു മിനിറ്റ് നോക്കട്ടെ. ഇവിടെ ശ്രീവിഷ്ണു ആതിരെല്ലാം കൈ പൊക്കി നിക്കാണ്. അവരോട് ചോദിച്ചാൽ മാത്രം മതി. ഇന്ന് ജസ്റ്റിസ് വന്നില്ലല്ലോ. The intersection. Intersection of A and column is called the cell. A cell. Yeah, very good. അത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. കോളും റോയും കൂടെ ചേർന്നുണ്ടാവുന്ന റെക്ടാങ്കുലർ ബോക്സിനാണ് നമ്മൾ സെൽ എന്ന് പറയാം. ഓക്കെ. അതിനുശേഷം കിട്ടിയില്ല. എങ്ങനെ? ഇന്റർസെക്ഷൻ കിട്ടിയില്ല. അതിനുശേഷം ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോ അവിടെ നെയിം ബോർഡില് ഏത് റോ ആണെന്നും ഏത് കോളം ആണെന്നും കാണിക്കും. ഏത് റോ ആണ് ഏത് റോ ആണെന്ന് ഏത് കോളാന്ന് കാണിക്കും. അതിനെന്താ നമ്മൾ പറയാ? ഇപ്പൊ ഞാൻ എയില് 1 ക്ലിക്ക് ചെയ്യണ A1 എന്ന് പറയും. A1 എന്താ സാധനം? A1 എന്ന് പറയുന്നത് എന്താ? ആ കോളം ആ സെല്ല് ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്ത് ആ സെല്ല് എവിടെയാ ക്ലിക്ക് ചെയ്തെന്ന് പറയുന്ന ഒരു സംഭവം കറക്റ്റ് ആണ്. അതിനൊരു സിംഗിൾ വേർഡ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാ കഥാ തന്തു അവൻ പറയുന്നില്ല. പറ ശ്രീവിഷ്ണു പറഞ്ഞ മോനെ അതെന്താന്ന്? A1 A2 A3 എന്നൊക്കെ പറയുന്നത് എന്താ? B2 B12 ഒക്കെ കോളം ലെറ്റേഴ്സ് ABC എല്ലാം കോളം ലെറ്റേഴ്സ് അല്ലേ? ABC ഒക്കെ കോളം ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഒരു സെല്ലില് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഒരു നെയിം ബോക്സിൽ വരുന്ന ഈ സാധനം ഇല്ലേ, അതിന്റെ പേരെന്താ? അതിനെ നമ്മൾ എന്താ പറയാ? ആ സെല്ലിന്റെ ആക്റ്റീവ് നമ്പർ. ആക്റ്റീവ് നമ്പർ സോറി. ഓക്കേ, ആതിര പറഞ്ഞേ. ആക്റ്റീവ് സെൽ. ആ ആക്റ്റീവ് സെല്ലിന്റെ എന്താണ് ആ നെയിം ബോക്സിൽ അപ്പിയർ ആവുന്നത്? ആക്റ്റീവ് നമ്പർ ആണോ? ആക്റ്റീവ് നമ്പർ അല്ല. നിജാദ് പറ. ആക്റ്റീവ് സെല്ലാണോ? ആക്റ്റീവ് സെല്ലിന്റെ ആക്റ്റീവ് സെൽ. ഇപ്പൊ നമ്മൾ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ബോർഡർ തിക്ക് ആയിട്ട് വരിക, അതിനെ നമ്മൾ ആക്റ്റീവ് സെൽ എന്ന് പറയാം. ആ ആക്റ്റീവ് സെല്ലിന്റെ എന്തോ ഒന്ന് ഈ നെയിം ബോക്സിൽ അപ്പൊ അപ്പിയർ ആവും. അതെന്താണ് സാധനം? കോളത്തിന്റെയും റോയിന്റെയും അതിലാ വരുന്നത് മിസ്സേ. അതെ, അതിനെ നമ്മൾ എന്താ പറയാ? നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾ അതിന്റെ അതല്ലേ അഡ്രസ് ഓഫ് ദ അഡ്രസ് ഓഫ് ദ അഡ്രസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ അഡ്രസ്. നമ്മൾ സെല്ലിലല്ലേ, സെല്ലിന്റെ അഡ്രസ്. അഡ്രസ് ഓഫ് ദി സെൽ. യെസ്, റൈറ്റ്. ഓക്കെ, എന്നാ ബാക്കി പറഞ്ഞോ. ഇനി താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ ഫയൽ ഉണ്ടാക്കാൻ പറ്റും. അതായത് വേറെ ഫയലൊന്നുമല്ല, വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളുള്ള വർക്ക്ഷീറ്റ് 1 ഈ വർക്ക് ബുക്കിലെ ഷീറ്റ് 1 നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവില് മൈക്രോസോഫ്റ്റ് എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വന്നില്ലേ, അതിന് നമുക്ക് ഇഷ്ടമുള്ള പേരും കൊടുത്തു. അതൊരു വർക്ക് ബുക്കാണ്, അതൊരു ബുക്കാണ്. ആ ബുക്കിൽ നമ്മൾ ഒരു പേജിൽ എഴുതുന്നതാണ് വർക്ക്ഷീറ്റ് 1. അടുത്തതിനെ കുറിച്ച് എഴുതാൻ പോകുന്നത് ഷീറ്റ് 2 വരും, വർക്ക്ഷീറ്റ് 2 വരും. വേറെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ വർക്ക്ഷീറ്റ് 3 വരും.
ഒരു വർക്ക് ബുക്കിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ടാവും. നമ്മൾ ഒരു ബുക്കിൽ ഒരുപാട് പേജസ് ഉണ്ടാവില്ലേ, അതുപോലെ ഈ വർക്ക് ഷീറ്റിൽ ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്, ഈ വർക്ക് ബുക്കിൽ ഒരുപാട് വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ഫിഗർ 6.2 സെല്ലിന്റെ മോഡ് കാണിച്ചിട്ടില്ലേ? സെൽ മോഡ് റെഡി. ഓക്കെ, സെൽ മോഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സെൽ മോഡ് നോക്ക്, റെഡി എന്നാണ്. നോർമലി റെഡി എന്ന് പറഞ്ഞ എന്താ? നമ്മൾ റെഡിയായി, പോവാൻ റെഡിയായി എന്നൊക്കെ പറയില്ലേ? എന്തായി? ഒന്ന് സ്റ്റാർട്ട് ആവാൻ, അല്ല, നമ്മള് തയ്യാറായി, പ്രിപ്പയർഡ് ആയി, ഓട്ടത്തിന് തയ്യാറായി. ഇപ്പൊ റെഡി എന്ന് പറയുന്നത് ഇപ്പൊ എക്സൽ നമ്മൾ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യണം. റെഡി മീൻസ് എക്സൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ടേക്ക് സം ആക്ഷൻ. അപ്പൊ നമ്മളോട് എക്സൽ ശരിക്കും നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാനോ വെയിറ്റ് ചെയ്യാണ് റെഡി എന്ന് പറയുമ്പോൾ. എക്സൽ ഈസ് റെഡി, നമ്മൾ എന്തെങ്കിലും ഇനി ചെയ്താൽ മതി. മനസ്സിലായോ? എക്സൽ ഈസ് വെയിറ്റിംഗ് ഫോർ us ടു ടേക്ക് സം ആക്ഷൻ. നെക്സ്റ്റ് സെൽ മോഡ് എന്ന് പറയുന്നത് എൻറ്റർ ആണ്. നമ്മളൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൽ ആക്റ്റീവ് ആവുന്ന സമയമില്ലേ, അത് ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഈ എക്സൽ എന്ന് പറയുന്നത് റെഡി മോഡിലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ആക്ടിവേറ്റ് ചെയ്തു, ആക്റ്റീവ് ആക്കി. ദെൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു കഴ്സർ വന്നു. ഒരു സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കഴ്സർ അവിടെ അപ്പിയർ ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെല്ലിലേക്ക്, ഇപ്പൊ ആ സെൽ മോഡ് ഏതാ വന്നിരിക്കുന്നത്? റെഡി ആണോ ഉള്ളത്? ഇപ്പൊ എന്താ സെൽ മോഡ്? എന്താ നോക്കിട്ട് പറഞ്ഞേ താഴെ എന്താ അവിടെ എഴുതി വന്നിരിക്കുന്നത്? എന്റർ. ഓക്കെ, ഇപ്പൊ എന്താണ്? ഇപ്പൊ എക്സൽ നമ്മളെ എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാൻ നേരത്താണ് സെൽ മോഡ് എൻറ്റർ ആവുക. നമ്മൾ ജസ്റ്റ് ആ സെല്ലൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ റെഡി മോഡിലായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് കഴ്സർ കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴ്സർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ സെൽ മോഡ് എന്തായി? എൻറ്റർ എന്നായി. ഓക്കെ, എൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻറ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആ വേറൊരു സെല്ലിൽ പോയിട്ട് എൻറ്റർ ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ആ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ മതി, കഴ്സർ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓക്കെ, നമ്മൾ കുറേ ഡാറ്റ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഡാറ്റയ്ക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ, എന്തോ ഒരു ചേഞ്ച് ഉണ്ട്, നമ്മളത് മാറ്റണം എന്ന് തോന്നി. അത് തെറ്റാണ്. റീറൈറ്റ് ചെയ്യാൻ പോവാ, വീണ്ടും മാറ്റി കൊടുക്കാൻ പോവാ. അപ്പൊ നമ്മൾ അതേ സെല്ലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പൊ കണ്ടോ, ഇപ്പൊ സെൽ മോഡ് എന്താ? എഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി നമ്മൾ എഡിറ്റ് എന്ത് ഒരു സെൻസിൽ ഉപയോഗിക്കുന്ന എഡിറ്റ് എന്ന വേർഡ്? അത് പിന്നെ പൂർത്തിയാക്കുക അങ്ങനെയല്ല വരും. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരെണ്ണം ചെയ്തു വെച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താം. എഡിറ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഡിസൈൻ മാറ്റാം. ഇതിപ്പോ നമുക്ക് ബാക്ക് സ്പേസ് ഒക്കെ അടിക്കാം. നമുക്കിനി വേറെ ഡാറ്റ വേണമെങ്കിൽ ശരിയായത് എൻറ്റർ ചെയ്തൊക്കെ കൊടുക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ തെറ്റിപ്പോയതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ബാക്ക് സ്പേസ് ഒക്കെ അടിച്ച് കളയുക. അങ്ങനെ എന്തെങ്കിലും ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മോഡാണത്. ഓക്കെ, ഇവിടെ ക്ലാസ് കഴിയാനായോ? ലെസ് ദാൻ 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കത്തിയോ? ചുമ്മാ ഒന്ന് നമ്മൾ എക്സലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ ഇന്ന്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ ടീച്ചേഴ്സിന്റെ സാലറി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സൽ വെച്ചിട്ടാണ്.
വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ ഡ്രാഗ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി കറക്റ്റ് വാല്യൂ അവിടെ വരും. അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. Bye. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Bye, miss. ഹേവൻ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ. നിന്നെ ഞാൻ ശരിയാക്കുന്ന അടുത്ത ക്ലാസ്സിൽ. കുളിച്ചിട്ടിരുന്നാൽ അവന് മതി എന്റെ ക്ലാസ്സിൽ. teacher